ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ, സ്വീകരിക്കണമേ പ്രഭോ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 54 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനത്തെ നമുക്ക് വായിക്കാം. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാരെന്നോട് എതിർത്തിരിക്കുന്നു. ഓരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. വചനം കേട്ടോ ദൈവമക്കളെ. ഇത് 54 സങ്കീർത്തനം എഴുതുവാനൊരു കാരണം നമുക്ക് കേൾക്കാം. സംഗീത പ്രമാണിക്ക് തന്ത്രനാദത്തോടെ ദാവീദിന്റെ ഒരു ധ്യാനം. സീഫ്യർ ചെന്ന് ശൗലിനോട്, ദാവീദ് ഞങ്ങളുടെ അടുക്കൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമച്ചത്. എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? ആരെ പേടിച്ചാണ് ഒളിച്ചിരിക്കുന്നത്? എന്നിട്ട് ഈ ശൗൽ രാജാവിനെ പേടിച്ചിരിക്കുന്ന ദാവീദിനെ കുറിച്ച് ഓടിച്ചെന്ന് അവിടെ ചെന്ന് പറയാണ്, ഞങ്ങളുടെ അടുക്കൽ ഒളിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ദാവീദ് രാജാവിൻ്റെ മാനസികമായ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്. ദാവീദ് എന്തിനു വേണ്ടി ഒളിച്ചിരിക്കുന്നു? ദൈവമക്കളെ, കാഴ്ചക്കാർക്ക് എന്ത് വേണേലും പറയാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ ദാവീദ് രാജാവ് തൻ്റെ അഭിഷക്തനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഒരു പാപം ചെയ്യാതെ ദാവീദ് രാജാവ് തന്നെ കാക്കുന്നു. എന്നാൽ ദാവീദ് രാജാവിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ തൻ്റെ അഭിഷക്തനുമായിട്ട് വീണ്ടും വലിയ പ്രശ്നത്തിനിടയാകും. ദാവീദിന് തീർച്ചയായിട്ടും ഒരാളെ വധിക്കാൻ ഒരു കുഴപ്പമില്ല. നമ്മൾ ഇതിനകത്ത് വായിക്കുന്ന വചനഭാഗത്തിലൂടെ വായിച്ചു വരുമ്പോൾ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നെന്ന് ഒരു പാട്ട് നമ്മളവിടെ കേൾക്കുന്നുണ്ട്. ഒരു നിസ്സാരമായിട്ട് ഒരാളെ കൊല്ലാം. പക്ഷേ ദാവീദ് രാജാവ് തൻ്റെ ശത്രുവായിട്ട് മുന്നിൽ നിൽക്കുന്ന ആള് അഭിഷക്തനായതുകൊണ്ട്, ദൈവത്തെ ഭയപ്പെടുന്ന, ഏറ്റവും അടുത്ത് നിന്ന് ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ കാണുന്ന, അനുഭവിക്കുന്ന, ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദാവീദിന് ഒരിക്കലും ദാവീദിൻ്റെ അഭിഷക്തനെ നോവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അഭിഷക്തൻ എന്ന ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ആ ബന്ധത്തെ, അഭിഷക്തനും താനും തമ്മിലുള്ള ബന്ധത്തെ നോക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും സേവിക്കുന്നത് കൊണ്ടും ആരാധിക്കുന്നത് കൊണ്ടും ദാവീദ് രാജാവിന് അത് ചെയ്യുവാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഒളിച്ചിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അവരോട് ചെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഇതായിരുന്നു: ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ച് തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. പൗരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. ദൈവഭയമുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം അവർ ചെയ്യത്തില്ല. ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ട് അവർക്ക് എന്തും ചെയ്യാമല്ലോ. യേശുവേ സ്തോത്രം. ദൈവത്തെ ഭയമില്ലാത്തവർക്ക് എന്ത് പറയാം, എന്തും ചെയ്യാം. എന്നാൽ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയാണ്, എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേന്ന്. സ്തോത്രം. നിറഞ്ഞൊരു പ്രാർത്ഥന. വേറെ ഒരിടത്തോട്ടും ചെന്ന് പറയാനില്ല, അവിടെ ചെന്ന് ബഹളം വെക്കാനില്ല, പ്രതികാരം വീട്ടാനില്ല. തൻ്റെ കൂടെ ഏത് സമയത്തും മാറാത്തവനായി നിൽക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു അപേക്ഷ മാത്രം. ആ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോവോ? ഇത് ജീവിക്കുന്ന ദൈവമല്ലേ, ഇത് ജീവിപ്പിക്കുന്ന ദൈവമല്ലേ. ആമേ സ്തോത്രം. ശത്രു നിമിത്തം പ്രശ്നങ്ങളേറി വന്നപ്പോഴും ദൈവമക്കളെ പതറാതെ ദൈവസന്നിധിയിൽ നിന്നുള്ള പ്രാർത്ഥന അത് ഏറ്റവും മനോഹരമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെയൊക്കെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദാവീദ് രാജാവിൻ്റെ പ്രത്യേകമായി പ്രാർത്ഥന അടിയങ്ങൾ ഓർക്കുന്ന കർത്താവേ. അതേ കർത്താവേ, ശത്രുക്കൾ നിമിത്തം ഏറിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ഏത് പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ പ്രാർത്ഥനയ്ക്ക് കുറവില്ലാതെ കണ്ട് എല്ലാ സങ്കടങ്ങളും വേദനകളും കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ അഭിഷക്തനെ ഈ സമയത്ത് അടിയങ്ങൾ ഓർക്കുന്നു കർത്താവേ. യേശുവേ, ദാവീദ് പുത്ര, അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. ശത്രുക്കൾ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ നടുവിലും വിശ്വസ്തയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ
എല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രൈസ്തവ ലോകത്ത് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ എല്ലാവരെയും ദൈവം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കൺമണി പോലെ കാത്തു പരിപാലിക്കുന്ന ദൈവം ആ വിരിച്ച ചിറകിനുള്ളിൽ എല്ലാവരെയും മറച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.